5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പം തിരിച്ചു വന്ന് ഡിസ്ചാർജായി. അതുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണ് ഇത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ, അല്ലെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേ എന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. കിടക്കുമ്പോഴത്തേന് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളും, അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പം ഏത് തലത്തിലാണെങ്കിലും ഞാനൊരു 1.5 വർഷക്കാലം സുധിച്ചേട്ടൻ്റെ മരണശേഷം പെട്ടെന്നൊരു കയറ്റവും, പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെ എല്ലാം പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരത് എന്താ പറയുക, അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഓടി നടന്ന സ്ഥലങ്ങൾ, അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പം ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. വിഷമം ഉണ്ടായിരുന്നു, അവൻ ആരും ഇല്ല എന്നൊരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നേമേ എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ, ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അവിടെ പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാം സുഖമായിരിക്കുന്നു. എൻ്റെ പ്രബിൻ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതുപോലെ പ്രബിനും ഓക്കെയായി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ചെറുതായിട്ട് അവനെ പുറത്തോട്ടൊക്കെ ഇറക്കുന്നുണ്ട്. വലുതായിട്ടൊന്നുമല്ല, കുറേശ്ശായിട്ടൊക്കെ പുറത്തോട്ടൊക്കെ ഇറക്കാനുള്ള ആ ഒരു ഇത് വരുന്നുണ്ട്. ആരോഗ്യം, പ്രതിരോധ ശക്തി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം 2-3 ദിവസം ഞാൻ പുറത്തൊക്കെ ഇറക്കി ഒരു അരമണിക്കൂറൊക്കെ വിട്ടു നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന രേണു സുധിയുടെ കണ്ടൻറ്റായിട്ട് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ രേണു സുധീരെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ സത്യമായിട്ടും ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയണത്, എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. ഒരുപാട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ദൈവം അനുഗ്രഹിക്കട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കാരണം ഒരുപാട് പശ്ചാത്തലവുമായിട്ടാണ് രേണുസുധി ഈ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, അവരുടെ രേണുസുധിയുടെ ഹസ്ബൻഡ് കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം അവൾ ഒരു 1.5 വർഷം കൊണ്ട് ഒരുപാട് ഓട്ടങ്ങളോട് ഓടിയതാണ്. അതിൽ ചിലവരുടെ മനസ്സ് വ്യാകുലപ്പെട്ടിട്ടുണ്ടെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തുവാണ്, അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്നും അവൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിൽ എന്താണ് പറയണേ, ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പശ്ചാത്തപിക്കുകയാണ്. സത്യം പറഞ്ഞാൽ രേണുവിനോട് എനിക്ക് പറയാനുള്ള, ദൈവം പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയരുത്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധിയെ ഇനി വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കും ദൈവം. അതിനുള്ള ചെറിയൊരു പരീക്ഷണമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഒരുപാട് സ്നേഹിക്കുന്നവർ അല്ലേ നമ്മൾ ഒരുപാട് വിമർശിക്കുകയുള്ളൂ, അല്ലേ? നമ്മളെ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലും ആയാലും അങ്ങനെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ രേണുസുധി അങ്ങനെ കണ്ടാൽ മതി. രേണുസുധി ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടോ അവരൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, തീരെ അങ്ങ് വിമർശിക്കുന്നവരുടെ കയ്യിലുള്ള സ്നേഹമൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. ഞാൻ ആരാണെന്നൊന്നും എടുത്തൊന്നും പറയുന്നില്ല. നമുക്ക് ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ ശിക്ഷിക്കില്ലേ, അതുപോലെ ഞാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, രേണുസുധി അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും വലിയ വിമർശനങ്ങളും മറ്റതാണ് മറിച്ചതാണെന്ന് ഒരു തെറിവിളിയായിട്ടും ശാപങ്ങളായിട്ടൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അവരെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആരായാലും അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ള. പിന്നെ കുഞ്ഞിനെ ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ദൈവം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്.
രേണുസുതിയെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ഇനിയും വളരെ ഉയരങ്ങളിലെത്തും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ഒരു വീഴ്ചയിൽ നിന്ന് രേണുസുതി കയറും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇതുകൊണ്ടൊന്നും രേണുസുതി തോറ്റു പോകത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രേണുസുതി എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ, എല്ലാ ദിവസവും മാരകമായിട്ട് എനിക്ക് ഒരു അസുഖങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും വരരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയെല്ലാം മറികടന്ന് ദൈവം ഈ ഒരു അസുഖം രേണുസുതിക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ദൈവം, അവിടെ എന്തോ ദൈവം കണ്ടിട്ടുണ്ട് എന്ന് മാത്രം കരുതിയാൽ മതി. ഇനിയും ദൈവം ഈ ഒരു വീഴ്ചയിൽ നിന്ന് രേണുസുതി കയറും. ഒരുപാട് ക്യാൻസർ രോഗികൾക്ക് ഒരു അനുകൂലമായി വരും എന്നുള്ളതാണ്. കാരണം ഒത്തിരി പേര് ക്യാൻസർ രോഗം വന്നിട്ട് തളർന്നു പോയി കിടക്കുന്നവരുണ്ടാവും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, ഇനി ഞാൻ ഇവിടെ നിന്ന് കയറി വരില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവിടെയെല്ലാം രേണുസുതി ഒരു ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് രേണുസുതിയോട് പറയുന്നത്. അപ്പോൾ വളരെ വളരെ ഉയരങ്ങളിലെത്തട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രേണുസുതിയുടെ ചേച്ചിയുടെ ഒരു വോയിസ് ഞാൻ ഇവിടെ വയ്ക്കാം. സത്യം പറഞ്ഞാൽ എനിക്കത് സങ്കടം വന്നിട്ടാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അത് നിങ്ങൾക്കത് മനസ്സിലാവും, കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുക്കാം. മെഡിസിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ ബില്ലിൽ അതിൻ്റെ നമ്പരും കാര്യങ്ങളും ഫോൺ നമ്പരും എല്ലാം കിടപ്പുണ്ട്. അതിലേക്കൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ചെയ്യാതെ ആണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളത് നിർമ്മിച്ചെടുത്തതാണെന്നും പറഞ്ഞിരുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യരെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ ഒരു രോഗം വന്ന് അവൾ ഒരുപാട് വേദന അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതോടൊപ്പം കുടുംബം, അവളെ സ്നേഹിക്കുന്നവർ, അവളുടെ കുഞ്ഞ് എല്ലാവരും ഒരുപോലെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ മെഡിസിൻ്റെ ഒരു ആവശ്യം, മെഡിസിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വീണ്ടും ദ്രോഹിക്കാതിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യം ഇതുപോലെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആർക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഈ ഒരു രോഗം വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നവർക്കറിയാം. നമ്മളത് ആരെയൊക്കെ ബോധിപ്പിക്കണം, എത്ര പേരെ അതിനെക്കുറിച്ച് വിശദീകരണം നൽകണം. ആ ഒരു സാഹചര്യം വേറെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം അത് വന്നാലേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ അസ്വസ്ഥതകളും അനുഭവിക്കുന്ന വേദനകളും. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടല്ലോ, രേണുസുതിയുടെ ചേച്ചി രമ്യ പറഞ്ഞ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ക്യാൻസർ ഒരു കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും അറിയുകയുള്ളൂ. അത് 100% സത്യസന്ധമായിട്ടാണ് രേണുവിൻ്റെ ചേച്ചി രമ്യ പറഞ്ഞത്. ഇത് മാത്രമല്ല, ഈ ഒരു ബില്ലിനെ കുറിച്ച് ഇനി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്ന് ധൈര്യമായിട്ട് വീണ്ടും വന്ന് രമ്യ ഇരുന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നതിനൊരു കണക്കുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനും ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഡൗട്ടുണ്ടായി. കാരണം എൻ്റെ മോന് ക്യാൻസർ വന്ന് 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നതല്ല. കറക്റ്റ് 1 വർഷം കഴിഞ്ഞു. അതുവരെ ഞങ്ങൾ അറിയുന്നില്ല അവൻ്റെ വേദനയും അവൻ്റെ മറ്റ് ട്രീറ്റ്മെൻറ്റുകളും ഹോസ്പിറ്റലിൽ പോക്കും വരവും അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഓട്ടമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. രേണുസുതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഒരു പാർട്ടികൾ വന്ന് പുറത്ത് അറിയിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ ആ രേണുസുതി പറയുന്നു എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയുമെന്ന് പറയുന്നു. തിരിച്ച് 1 മാസം കഴിയുന്നതിന് മുമ്പേ, അതായത് തിരിച്ചൊരു 10-15 ദിവസം കഴിയുന്നതിന് മുമ്പേ വന്ന് പറയുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ചില വിമർശനങ്ങൾ ഞാനും രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ പൂർണ്ണമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ അന്വേഷിച്ച് അവൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിലെ കുറ്റബോധം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു, നല്ല കുറ്റബോധമായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്തായാലും രേണുസുതിയെയും കുടുംബത്തെയും വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവനവൻ്റെ കുടുംബത്തിലെ ഈ ഒരു ക്യാൻസർ വന്നാൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള വേദനകളും വിഷമങ്ങളും
പണച്ചെലവും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുധീരെ ക്യാൻസറുമായിട്ട് 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ആ ബില്ല് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു ബില്ല് കൊടുത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും കേട്ടോ. അത് എനിക്കറിയാം, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. കാരണം ഞങ്ങൾ RCCക്കകത്ത് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് പുറത്തുള്ള ബില്ലുകൾ RCCക്കകത്ത് തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് അവർ കണക്കിലിട്ട് ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരും കേട്ടോ. അങ്ങനെയും കൂടെ ഒരു സംവിധാനമുണ്ട്. അത് രേണുസുധിക്കിട്ട് അറിയാമായിരിക്കും, നമ്മൾ പറയേണ്ട കാര്യമില്ല. ബില്ല് കൊണ്ട് കൊടുത്താൽ എമൗണ്ട് തിരിച്ച് കിട്ടും. ക്യാൻസർ പേഷ്യൻറ്റുകൾക്ക്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്യാൻസർ പേഷ്യൻറ്റുകളുടെ പുറത്തു നിന്നുള്ള ബില്ലുകൾ ശേഖരിച്ച് വെച്ചിട്ട് നമ്മളത് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ RCCക്കകത്ത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഇനി പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അന്വേഷിക്കുക. ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. രേണുസുധിയെ സ്നേഹിക്കുന്നവരും രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്നവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് അതേ ഉള്ളൂ. കാരണം അവൾ നല്ല മാനസികമായിട്ട് നല്ല തളർന്നിരിക്കുകയാണ്. അവളുടെ ഇന്നത്തെ ആ ഒരു വീഡിയോയുടെ ആ വോയിസ് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ചങ്കൊക്കെ പറഞ്ഞു പോയിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുക. രേണുസുധി ആരെന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം, അത്രയേ ഉള്ളൂ. അവർ പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ, വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക, ദൈവം സഹായിക്കട്ടെ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ, ബായ്.